അതത്രത്തോളം ഞങ്ങൾ നാട്ടുകാരോ അല്ലെ പൊതുപ്രവർത്തകരോ ആ വീടുമായിട്ട് ബന്ധപ്പെട്ട ബന്ധുക്കളോ അതിനോട് യോജിക്കുന്നില്ല. കാരണം ആ മക്കൾ രണ്ടുപേരും ഒന്നുകിൽ ഇവളുടെ കൂടെ ഒന്നും മാറത്തില്ല കാര്യം, അല്ലെങ്കിൽ അമ്മയാണ് ഇത്രയും നോക്കിയത്. അമ്മയെ സംബന്ധിച്ച് അസുഖക്കാരിയാണെങ്കിലും അവർക്ക് ആയുസ്സും ആരോഗ്യം കൊടുക്കട്ടെ, അവർക്ക് പൊന്നുപോലെയാണ് അവർ ആ കുട്ടികളെ നോക്കുന്നത്. പക്ഷേ സംസാരിച്ചുകൊണ്ട് പോകുന്നു. എന്തായാലും ഭർത്താവിനോടൊപ്പം അത് അച്ഛനെന്ന് പറയുന്നത് എന്നും അച്ഛൻ തന്നെയാണ്. പക്ഷെങ്കിൽ അച്ഛൻ്റെ ചില മോശമായ നടപടിക്രമങ്ങൾ കൊണ്ടാണ് ഈ അവരുടെ വിവാഹമോചനത്തിലേക്ക് എത്തിയതും. അപ്പം പിന്നെ അതുമായിട്ട് എന്താണ് അവരുടെ ബന്ധുക്കളൊക്കെയാണ് തീരുമാനിക്കേണ്ടത്. നമുക്ക് പക്ഷേ അങ്ങനെ ഒരു പൂർണ്ണമായ ഒരു ഉത്തരവാദിത്തമോ അല്ലെങ്കിൽ ഒരു അധികാരമോ നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇയാൾ പറഞ്ഞത് കറക്റ്റായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ഇവരുടെ റിലേഷൻഷിപ്പ് നോക്കിയാൽ തന്നെ ആ ഭർത്താവ് ഉണ്ടെങ്കിൽ ഇതിനൊക്കെ ഭയങ്കരമായിട്ട് കുടിച്ച് കിടന്ന് വീട്ടു കാര്യങ്ങളൊന്നും നോക്കാതിരുന്നപ്പോഴാണ് ഇവർ അമ്മി പിരിക്കുകയും പിന്നെ കുഞ്ഞുങ്ങളുടെയും അമ്മയുടെയൊക്കെ കാര്യമെല്ലാം നോക്കുന്നതും രഞ്ജിത തന്നെയായിരുന്നു. സോ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇതേ കണക്കൊരു ആക്സിഡൻറ്റ് മരിക്കുന്നത്. ഇപ്പം ഇതേ കണക്കുണ്ട് ഈ ആക്സിഡൻറ്റ് മരിച്ചതിന് ശേഷം നഷ്ടപരിഹാരമൊക്കെ കിട്ടുന്നുണ്ട്. സോ അങ്ങനെ ഈ ഭർത്താവ് വന്ന് മക്കളെ ഏറ്റെടുക്കുകയും ചെയ്തത് എല്ലാ നഷ്ടപരിഹാരവും കിട്ടാൻ പോകുന്ന അയാൾക്കായിരിക്കും. സോ അയാൾ ഒന്നാമത്തെ കുടിച്ച് ഇങ്ങനെയൊക്കെ ബോധമില്ലാതെ നടക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ ആ പണമൊക്കെ ഉണ്ട് അയാളെടുത്ത് ചിലവഴിക്കുമെന്ന് ഒരുപാട് പേർക്ക് ഡൗട്ടായിരിക്കും. ഇപ്പോൾ തീർച്ചയായിട്ടും അമ്മൂമ്മയൊക്കെ ഉണ്ടെങ്കിൽ ശരീരമൊന്നും വയ്യ, എന്നാൽ പോലും ഉണ്ടെങ്കിൽ അവരുടെ കൂടെ നിൽക്കുന്നതാണ് പിള്ളേർക്ക് സേഫ് എന്ന് പറയുന്നത്. കാരണം ഇത്രയും നാളുണ്ടെങ്കിൽ അവരുടെ കൂടെ തന്നെയാണ് സുരക്ഷിതമായിട്ട് നിന്നത്. ഇപ്പോൾ ആൾക്കാരൊക്കെ പറയുന്നുണ്ടായിരിക്കും അച്ഛൻ തന്നെയാണ്, അതൊക്കെ ശരിയാണ്. എന്നാൽ പോലും ഉണ്ടെങ്കിൽ ഇത്രയും നാളുണ്ടെങ്കിൽ അവർ തിരിഞ്ഞു നോക്കി അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളോ ഒന്നും നോക്കിയിരുന്നില്ല, അമ്മയാണ് ഇത്രയും നാൾ നോക്കിക്കൊണ്ടിരുന്നത്. ഇനി പോയതിന് ശേഷം ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരുപാട് പേരും ബന്ധുക്കളും എല്ലാം ചർച്ച ചെയ്ത് എടുക്കേണ്ട ഒരു കാര്യമാണ്. നമുക്കതിലൊരു അഭിപ്രായം അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും പറയാനും പറ്റില്ല. എന്നാൽ പോലും ഉണ്ടെങ്കിൽ ആ അമ്മൂമ്മയുടെ കൂടെ നിൽക്കുന്നത് തന്നെയാണ് സുരക്ഷിതം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തോന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുമോ. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. എന്നാലേ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനേ വരികയുള്ളൂ.